നമസ്കാരം. ഹെഡർ ന്യൂസാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുരിതപ്പെയ്ത്തിൽ വലഞ്ഞ് കേരളം. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി. ഇന്ന് പൊലിഞ്ഞത് 5 ജീവനുകൾ. മലപ്പുറം പയ്യനാട് ക്വാറിയിലെ വെള്ളക്കെട്ടിൽ വീണ അതിഥി തൊഴിലാളി മരിച്ചു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത മഴയിൽ വയനാട് ജില്ലയിൽ വ്യാപക കൃഷിനാശം. 28 വീടുകൾ തകർന്നു. 332 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മാനന്തവാടി പാൽച്ചുരത്തിൽ നാളെ മുതൽ രാത്രിയാത്രാ നിരോധനം. ഭാരവാഹനങ്ങൾ നെടുംപൊയിൽ വഴി പോകണമെന്ന നിർദ്ദേശം. സംസ്ഥാനത്ത് 3 പനിമരണം കൂടി. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 129 പേർക്ക് ഡെങ്കിപ്പനിയും 36 പേർക്ക് H1N1. പനി ബാധിച്ച് പുതുതായി ചികിത്സ തേടിയത് 12,508 പേർ. ഗുജറാത്തിൽ ആശങ്കയായി ചാന്ദിപ്പുര വൈറസ് എന്ന അപൂർവ രോഗബാധ. ഒരാഴ്ചക്കിടെ മരിച്ചത് 6 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ. പാലക്കാട് പോക്സോ കേസിൽ പോലീസുകാരൻ അറസ്റ്റിൽ. 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പിടിയിലായത് മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ CPO അജീഷ്. മറ്റൊരു പെൺകുട്ടിയോട് നേരത്തെ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ആരോപണം. പാലക്കാട് കൊളപ്പുള്ളിയിൽ പോലീസ് ജീപ്പിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ അന്വേഷണം അട്ടിമറിച്ചെന്ന ആരോപണം. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റു. പുതുനഗരം കരിപ്പോട് സ്വദേശി ഗായത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാമ്പ് കടിയേറ്റതിന്റെ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. സൂപ്രണ്ടിനോട് വിശദീകരണം തേടി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആശുപത്രി പരിസരം വൃത്തിയാക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നടൻ ആസിഫ് അലി. തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചാരണം ആകരുത് എന്ന് താരം. സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രമേശ് നാരായൺ. ആസിഫ് അലിക്ക് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പൊതുപരിപാടിയിൽ വൻ സ്വീകരണം. രമേശ് നാരായണനോട് വിശദീകരണം തേടി ഫെഫ്ക. കണ്ണൂർ ചെങ്ങളായിലെ പുരയിടം കുഴിച്ചപ്പോൾ കിട്ടിയത് നിധി തന്നെയെന്ന് പുരാവസ്തു വകുപ്പ്. 1659 കാലത്തെ വെനീഷ്യൻ ഡക്കാർഡ് സ്വർണ്ണ നാണയങ്ങളും സാമൂതിരി വെള്ളി നാണയങ്ങളും ശേഖരത്തിൽ. ആലിരാജയുടെ കണ്ണൂർ പണവും ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളും ഉണ്ടെന്നും സ്ഥിരീകരണം. പരിശോധന പൂർത്തിയാക്കി ആർക്കിയോളജിക്കൽ വകുപ്പ്. കന്നഡ സംവരണ ബിൽ താൽക്കാലികമായി മരവിപ്പിച്ചു. സർക്കാർ നടപടി IT മേഖലയിൽ നിന്നുൾപ്പെടെ എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ അന്തിമ തീരുമാനം തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രം. എതിർപ്പുയർന്നത് സ്വകാര്യ മേഖലയിലെ 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്ന വ്യവസ്ഥ. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ ഗഡ്ചിറോളിയിൽ 12 മാവോയിസ്റ്റുകളെ പോലീസ് വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരുക്ക്. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിൽ മേയർക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് മേയർ. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം. ഉത്തരവാദി റെയിൽവേ എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വധശ്രമത്തിന് സമാനമാണ് മാലിന്യങ്ങൾ തള്ളുന്നത് എന്ന് ഹൈക്കോടതി. പേരണ്ടൂർ കനാൽ മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷനെ വിമർശിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മാലിന്യം തള്ളിയതിന് എത്ര പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് ചോദ്യം. നടപ്പാതകളിലെ ഫ്ലക്സ് നീക്കത്തിനും ശാസന. നിയമലംഘകരിൽ നിന്ന് പിഴ ഈടാക്കാൻ കോടതിയുടെ കർശന നിർദ്ദേശം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ VC കുറ്റപ്പെടുത്തി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. MR ശശിധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. VC ഒന്ന് എത്തി നോക്കിയിരുന്നെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം ഒഴിവാക്കാമായിരുന്നു. ക്യാമ്പസിൽ അരാജകത്വമെന്നും ഗവർണർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശം. JS സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷനെ നിയമിച്ചത് ഗവർണർ. പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതി CC സജിമോനെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ തീരുമാനം റദ്ദാക്കി CPIM. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തിരുത്തിയത്. തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം. പ്രാഥമിക അംഗത്വം നൽകാനുള്ള കൺട്രോൾ കമ്മീഷൻ തീരുമാനം മാത്രം നടപ്പിലാക്കിയാൽ മതിയെന്ന് ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് സേവ് കോൺഗ്രസിന്റെ പേരിൽ. DCC ഓഫീസിന് മുൻപിലും KPCC ഓഫീസിന് മുൻപിലും പോസ്റ്റർ പതിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മെഴുക് പ്രതിമ നിർമ്മിച്ചത് ശില്പിയും സുനിൽ വാക്സ് മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കണ്ടല്ലൂരാണ്. വയനാട് കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം.
മക്കളുടെ ഉപരിപഠനം ഉറപ്പാക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനം. അടിയന്തര തീരുമാനമെടുത്തത് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം. നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. ആക്രമണം നടത്തിയത് ചക്കക്കൊമ്പനെന്ന് നാട്ടുകാർ. IAS തലപ്പത്ത് അഴിച്ചുപണി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറാകും. വീണ N മാധവന് ലേബർ കമ്മീഷണറായി നിയമനം. R ശ്രീലക്ഷ്മിയെ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായി നിയമിച്ചു. തിരുവമ്പാടിയിലെ KSEB ജീവനക്കാർക്കെതിരെ നടപടി പാടില്ല എന്ന് ഹൈക്കോടതി. KSEB ജീവനക്കാരുടെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. ഓഫീസ് ആക്രമിച്ച അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവന്ന പണിമുടക്ക് പിൻവലിച്ചു. തീരുമാനം KK രമ MLA തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പഴകിയ ഇറച്ചിയും ഭക്ഷണവും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. 4 ഹോട്ടലുകളിലാണ് റെയ്ഡ് നടന്നത്. അഗ്നിവീറുകൾക്ക് സംവരണം പ്രഖ്യാപിച്ച് ഹരിയാന സർക്കാർ. സ്പെഷ്യൽ പോലീസ് ഓഫീസർ, ജയിൽ വാർഡൻ, മൈനിംഗ് ഗാർഡ് തുടങ്ങിയ തസ്തികകളിലാണ് 10% സംവരണം. കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ താമരശ്ശേരി സ്വദേശി ഹർഷാദിനെ വിട്ടയച്ചെങ്കിലും ആശങ്കയുണ്ടെന്ന് കുടുംബം. ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഭാര്യ ഷഹല. സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുമെന്ന് ഹർഷാദിന്റെ പിതാവ് അലി 24നോട്. TLA കേസിലെ വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷിയിറക്കാനെത്തിയ നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞു. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തടഞ്ഞത്. വ്യാജരേഖയുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു നൽകുകയാണെന്ന് നഞ്ചിയമ്മ. ആലപ്പുഴ പുറക്കാട് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ വഴിത്തിരിവ്. ചില്ലെറിഞ്ഞുടച്ചതല്ല എന്ന് പോലീസ്. പ്രദേശത്തെ CCTV പരിശോധിച്ചതിൽ കല്ലെറിയുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ്. കാസർഗോഡ് ബേക്കലിൽ ബസ്സിലെ നഗ്നതാ പ്രദർശനത്തിൽ പ്രതി അറസ്റ്റിൽ. കുണിയാ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് പിടിയിലായത്. പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസ്. ഇറാനിൽ ആളെയെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് NIA. രാജ്യാന്തര മനുഷ്യക്കടത്ത് സംശയിക്കുന്നതുകൊണ്ടാണ് കേസ് പോലീസിൽ നിന്ന് NIA ഏറ്റെടുത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 667 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് സ്വദേശി നാസിം കസ്റ്റഡി. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. തീപിടിച്ചത് നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിന്. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ആളപായമില്ല. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴ പ്രാപ്പുയിൽ രേറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. അപകടത്തിൽ റോഡിന് താഴെയുള്ള വീട്ടിലേക്ക് മണ്ണും കല്ലും പതിച്ചു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പുകളിൽ കഴിയുന്നത് 12 കുട്ടികൾ ഉൾപ്പെടെ 45 പേർ. എറണാകുളം പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ വൻ നാശനഷ്ടം. മുട്ടൻതൊട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് രാത്രിയിൽ മണ്ണിടിഞ്ഞത്. 2 മുറികൾ പൂർണ്ണമായി തകർന്നു. മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. വാഹനം ഭാഗികമായി തകർന്നു. പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. മരം കടപുഴകി വീണ് തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും റോഡിലേക്ക് വീണു. മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ വെള്ളം കയറി. തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും മുങ്ങി. നാട്ടുകാർ പ്രധാന പാതയിൽ എത്തുന്നത് തോണിയിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് ഒഴുക്കിൽപ്പെട്ട വയോധിക മരക്കൊമ്പിൽ പിടിച്ചു നിന്നത് 10 മണിക്കൂർ. ഒഴുക്കിൽപ്പെട്ട ശേഷം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതി. കുളിക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആലുവ ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ പാലക്കാട് സ്വദേശി അജിത്താണ് മരിച്ചത്. അപകടം കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച്. ശക്തമായ മഴയിൽ ഇടുക്കി ഉപ്പുതറയിൽ വീട് തകർന്നത് 9 ഏക്കർ അമ്പാട്ട് കുട്ടിയമ്മയുടെ വീട്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ ദുരന്തമൊഴിവായി. കനത്ത മഴയിൽ മലപ്പുറം അമരമ്പലം പറയങ്കാടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമരമ്പലം സ്വദേശി ഉമർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത്. നേര്യമംഗലം മുതൽ അടിമാലി ഇരുമ്പുപാലം വരെ വനമേഖലയിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശം. നിയന്ത്രണം മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത കണക്കിലെടുത്ത്.
ആലപ്പുഴ പൂച്ചാക്കലിൽ വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. കാറ്റിൽ തകർന്നത് പൂച്ചാക്കൽ തേവർവട്ടം പുഷ്പഗിരി ബാബുരാജിന്റെ വീട്. കനത്ത മഴയിലും കാറ്റിലും കൊട്ടാരക്കര താലൂക്കിൽ വൻ നാശനഷ്ടം. 21ലധികം വീടുകൾ തകർന്നു. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. തുറവൂർ അരൂർ പാതയിൽ വീണ്ടും KSRTC ബസ് കുഴിയിൽ വീണു. പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് കുഴിയിൽ വീണത്. ബസ് ഉയർത്താൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലം കളക്ടറേറ്റിന് സമീപമുള്ള പോസ്റ്റ് ഓഫീസ് കത്തിനശിച്ചു. രാത്രിയിലുണ്ടായ തീപിടുത്തം കണ്ടത് രാവിലെ ജീവനക്കാർ എത്തിയപ്പോൾ കമ്പ്യൂട്ടറുകളും രേഖകളും കത്തിനശിച്ചു. കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ച അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മുന്നിലെ സ്കൂട്ടറിൽ ഇടിച്ചു. പിന്നാലെ വന്ന യാത്രക്കാർ പകർത്തിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം കളമശ്ശേരി TVS ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ പിതാവിനും മകനും പരിക്ക്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായ ആക്രമണത്തിൽ വയോധികന് പരിക്ക്. തെന്നാരി സ്വദേശി പുളിക്കൽ കൃഷ്ണൻകുട്ടിക്ക് നേരെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. ഇനി പ്രധാന അറിയിപ്പുകൾ. രാജ്യത്തെ 24 ദേശീയ നിയമ സർവകലാശാലകളിൽ പഞ്ചവത്സര നിയമ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് യോഗ്യത. ഇനി ദേശീയ വാർത്ത. സാമ്പത്തിക ലാഭത്തിനായി ഡൽഹി മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയെന്ന് CBI. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് ഡൽഹി ഹൈക്കോടതി നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ആരോപണം. ജാമ്യഹർജി ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് അന്ത്യാഞ്ജലി. ഭീകരർക്കായി വ്യാപക തെരച്ചിൽ. ഉന്നത സേനാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനമേഖലയിലും പരിശോധന. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കാണാതായ സിക്കിം മുൻമന്ത്രി RC പട്യാലിന്റെ മൃതദേഹം സിലിഗുഡിയിലെ കനാലിൽ കണ്ടെത്തി. RC പട്യാൽ കാണാതായത് 9 ദിവസം മുൻപ്. മരണത്തിൽ അന്വേഷണം തുടങ്ങി പോലീസ്. ത്രിപുര കലാപത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി വീടുകൾ തീയിട്ട് നശിപ്പിച്ചിരുന്നു. മുംബൈ പുനെ എക്സ്പ്രസ് വേയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. ഇന്നലെയുണ്ടായ ബസ് അപകടത്തിൽ 5 പേർ മരിക്കുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിലെ ഇൻഡസ്ട്രിയിൽ തീപിടുത്തം. വസ്ത്രനിർമ്മാണശാലയിൽ തീപിടുത്തമുണ്ടായത് പുലർച്ചെ. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കർണാടക അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ 11. ഗംഗാവതി പുഴയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മുംബൈ ഡോംബിവലി ഈസ്റ്റിൽ 3-ാം നിലയിൽ നിന്ന് വീണ് ശുചീകരണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൈവരിയിൽ ഇരുന്ന സ്ത്രീയെ സുഹൃത്ത് തമാശയ്ക്ക് തള്ളിയതാണ് അപകടത്തിന് കാരണമായത്. മണിപ്പൂരിൽ വൻ ആയുധശേഖരം പിടികൂടി. നാടൻ തോക്കുകളും വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുത്തു. ആയുധങ്ങൾ കണ്ടെത്തിയത് ചുരാചന്ദ്പൂർ ജില്ലയിലെ സെമിത്തേരിയിൽ നിന്ന്. നോൺ ക്രീമിലിയർ പരിധി ഉയർത്തണമെന്ന ആവശ്യവുമായി മഹാരാഷ്ട്ര സർക്കാർ. നോൺ ക്രീമിലിയർ പരിധി 15 ലക്ഷം രൂപയാക്കണം എന്ന ആവശ്യം. വിഷയം ഉന്നയിച്ച് മഹാരാഷ്ട്ര മന്ത്രി അതുൽ സാവെ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. ബീഹാറിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെയും പിതാവിനെയും കൊലപ്പെടുത്തി. 2 പേർ പിടിയിൽ. പെൺകുട്ടികൾ പ്രണയം നിരസിച്ചതാണ് ക്രൂര കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. പഞ്ചാബിൽ ആയുധവേട്ട. 5 പിസ്റ്റളുകളും 5 കാർട്രിഡ്ജുകളും പിടിച്ചെടുത്തു. 2 പേർ പോലീസിന്റെ കസ്റ്റഡി. മുംബൈ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 10 കോടിയിലധികം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. സംഭവത്തിൽ 7 യാത്രക്കാർ അറസ്റ്റിൽ. പിടിയിലായവരിൽ നിന്ന് അനധികൃത കറൻസികളും കണ്ടെടുത്തു. കന്നുകാലിക്കടത്ത് തടയാൻ കർശന നടപടികളുമായി ഛത്തീസ്ഗഡ് സർക്കാർ. പശുക്കടത്തും ഗോമാംസം വിൽപ്പനയും തടയുന്നതിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടാൽ 7 വർഷം തടവും പിഴയും ഈടാക്കാൻ തീരുമാനം. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജസ്ഥാൻ മുൻമന്ത്രിയുടെ സഹായി സഞ്ജയ് ബദായെ കസ്റ്റഡിയിലെടുത്തു. നടപടി അഴിമതിയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാരോപിച്ച്. രാജ്യാന്തര വാർത്തകൾ.
കാനഡയിലെ ടൊറന്റോയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു. കെനിയയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആൾക്കൂട്ട ആക്രമണം തടയാൻ നടപടിയുമായി ഭരണകൂടം. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി 200 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. UN സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ആക്രമണം. ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്ത് ഹമാസും ഹിസ്ബുള്ളയും. പാകിസ്ഥാനിൽ സൈനിക പോസ്റ്റിലുണ്ടായ ഭീകരാക്രമണത്തിൽ 8 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടന. പാകിസ്ഥാൻ താലിബാൻ ബന്ധം വീണ്ടും വഷളായി. പെറുവിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 26 മരണം, 14 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് 40 യാത്രക്കാരുമായി ആൻഡിയൻ മേഖലയിലേക്ക് പോവുകയായിരുന്ന ബസ്. ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. കതാനിയ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവാപ്രവാഹമുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ കൽക്കരി ഖനി തകർന്ന അപകടം. 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം, 4 പേർക്ക് പരുക്ക്. ബാങ്കോക്കിലെ ഹോട്ടലിലുണ്ടായ കൂട്ടമരണത്തിൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. മരിച്ചവരിൽ ഒരാളുടെ രക്തത്തിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. ബാങ്കോക്കിലെ ഹോട്ടൽ മുറിയിൽ 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. ന്യൂസിലേക്ക് തിരികെ. ഇനി ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവില റെക്കോർഡിൽ. പവന് 720 രൂപ വർദ്ധിച്ച് 55,000 രൂപയായി. ഗ്രാമിന് 90 രൂപ കൂടി 6,875 രൂപ. 2 ദിവസത്തിനിടെ പവന് വർദ്ധിച്ചത് 1000 രൂപ. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം മാറ്റമില്ലാതെ 7% നിലനിർത്തി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. വ്യാവസായിക മേഖലയിലെ പുരോഗതി ആഭ്യന്തര വളർച്ചയ്ക്ക് ശക്തി പകരുമെന്ന് വിലയിരുത്തൽ. KYC പോളിസി കർശനമായി പാലിക്കണമെന്ന് ഫിൻടെക് കമ്പനികളോട് ആവശ്യപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിർദ്ദേശം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. യാത്രക്കാരുടെ എണ്ണം ജൂണിൽ 6% വർദ്ധിച്ച് 1.32 കോടിയായി. കണക്കുകൾ പുറത്തുവിട്ട് DGCA. ത്രൈമാസ കണക്കുകൾ പുറത്തുവിട്ട് ബജാജ് ഓട്ടോ. ഏകീകൃത ലാഭം 18% വർദ്ധിച്ച് 1942 കോടി രൂപയായി. മൊത്തം വരുമാനം ആദ്യപാദത്തിൽ 10,312 കോടിയിൽ നിന്ന് 11,932 കോടിയായി ഉയർന്നു. ബൈജൂസ് ലേണിംഗ് ആപ്പിനെ പാപ്പരായി പ്രഖ്യാപിക്കാൻ നടപടി തുടങ്ങി. ദേശീയ കമ്പനികാര്യ ട്രൈബ്യൂണലിന്റെ നീക്കം. സ്പോൺസർഷിപ്പ് വകയിൽ 158 കോടി രൂപ കിട്ടാനുണ്ടെന്ന BCCIയുടെ പരാതിയിൽ കോടതിയെ സമീപിക്കുമെന്ന് കമ്പനി സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ. ഇനി കായിക വാർത്തകൾ. ICC 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ യശസ്വി ജയ്സ്വാൾ 6ാം സ്ഥാനത്തേക്ക് മുന്നേറി. സൂര്യകുമാർ യാദവ് 2ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് 8ാം റാങ്കിലെത്തി. പരിക്ക് മൂലം ലയണൽ മെസ്സിക്ക് 1.5 മാസത്തോളം കളിക്കാനാവില്ല. മെസ്സിക്ക് പരിക്കേറ്റത് കോപ്പ അമേരിക്ക ഫൈനലിനിടെ. ഇന്റർ മയാമിയുടെ നിരവധി മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായേക്കും. അർജന്റീന താരം ഹൂലിയൻ അൽവാരസിനെ റാഞ്ചാൻ സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ക്ലബ്ബ് വിട്ട അൽവാരോ മൊറോട്ടയ്ക്ക് പകരം മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ എത്തിക്കാൻ നീക്കം. മോഹൻ ബഗാൻ താരം അർമാൻഡോ സാദിക്കു FC ഗോവയിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ണുവെച്ചിരുന്ന താരമാണ് സാദിക്കു. ഇനി ഫാക്ട് ചെക്ക്. കേരളത്തിലെ എലിവേറ്റഡ് ഹൈവേ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കുതിച്ചു മുന്നേറുന്ന കേരളം എന്ന തലക്കെട്ടോടെയാണ് ചിത്രം. യഥാർത്ഥത്തിൽ ചിത്രത്തിൽ ഉള്ളത് പാകിസ്ഥാനിലെ ഹസാര മോട്ടോർവേ എന്ന ഹൈവേയാണ്. നാളത്തെ വാർത്തകൾ. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. അത്തോളി സെക്ഷൻ പരിധിയിലെ പൂക്കോട്, കൊളക്കാട്, കണ്ണിപ്പൊയിൽ ഭാഗങ്ങളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. എറണാകുളം സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിന് KJ മാക്സി MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലാപ്ടോപ്പുകളുടെ വിതരണം നാളെ രാവിലെ 10 സ്കൂൾ ഹാളിൽ ഫാദർ ആന്റണി അഞ്ചുതൈക്കൻ വിതരണോദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ഉണ്ടൻകോട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം നാളെ രാവിലെ 9 മുതലാണ് മത്സരം.
മലപ്പുറം തിരൂരങ്ങാടിയിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും വിസ്മയ ക്ലബ്ബും ചേർന്ന് നാളെ അഖില കേരള ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതലാണ് മത്സരം. പുതുക്കിപ്പണിത ആറന്മുള മുല്ലപ്പുഴശ്ശേരി പള്ളിയോടം നാളെ നീരണയും. പകൽ 11-ന് ആറന്മുള പാർത്ഥസാരഥിയുടെ ആറാട്ടുകടവിലാണ് നീരണയം. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ ഷോപ്പിംഗ് മാളിൽ തീപിടുത്തം. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. രാജ്യത്തുടനീളം നടത്തിയ ഓപ്പറേഷനുകളിൽ 396 മയക്കുമരുന്ന് കടത്തുകാരെ കസ്റ്റഡിയിലെടുത്തതായി തുർക്കി ഭരണകൂടം. 57 പ്രവിശ്യകളിലായി നടത്തിയ റെയ്ഡുകളിൽ 1.7 ടണ്ണിലധികം മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തതായി തുർക്കി ആഭ്യന്തരമന്ത്രി അലി യെർലിക്കായ. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 20 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവികസേനാ കപ്പലുകളും രാജ്യാതിർത്തിയിൽ എത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.